2026 മാർച്ച് 28 സിറാജ് എഡിറ്റോറിയൽ. സന്നദ്ധ ജീവകാരുണ്യ സംഘടനകൾക്ക് മരണമണി. സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്നതാണ് ലോക്സഭയിൽ ബുധനാഴ്ച കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് അവതരിപ്പിച്ച വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ല് FCRI. സാങ്കേതിക പിഴവുകൾ കാരണം രജിസ്ട്രേഷൻ പുതുക്കുന്നതിൽ കാലതാമസം നേരിടുകയോ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ഒരു സംഘടനയുടെ ലൈസൻസ് സ്വമേധയാ റദ്ദാക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അവരുടെ ആസ്തികൾ സർക്കാർ നിയന്ത്രണത്തിലുള്ള പ്രത്യേക അതോറിറ്റിക്ക് ഏറ്റെടുക്കാമെന്ന ബില്ലിലെ വ്യവസ്ഥയാണ് ഏറ്റവും മാരകം. ഇതൊരു സാധാരണ ഭരണ പരിഷ്കാരമല്ല. സന്നദ്ധ ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാരേതര സംഘടനകളുടെ NGO സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെയും ബാധിക്കുന്ന നിയമമാണ്. ജീവകാരുണ്യ വിദ്യാഭ്യാസ മേഖലകളിൽ സ്തുത്യർഹമായ പങ്കാണ് പല NGOകളും നടത്തിവരുന്നത്. സർക്കാർ പദ്ധതികൾ പലപ്പോഴും നഗര കേന്ദ്രീകൃതമായിരിക്കും. അതിൻ്റെ ഗുണഫലങ്ങൾ ഉൾനാടുകളിലും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളിലും എത്തിപ്പെടാറില്ല. NGOകൾ ഇത്തരം ജനസഞ്ചയങ്ങളിലേക്ക് കടന്നുചെന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജന, ആരോഗ്യ, വിദ്യാഭ്യാസ, പരിസ്ഥിതി സംരക്ഷണ, ദുരിതാശ്വാസ മേഖലകളിൽ മികച്ച സേവനങ്ങൾ നടത്തിവരുന്നു. സർക്കാർ സംവിധാനങ്ങളുടെ പരിമിതി മൂലം ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭിക്കാതെ പോകുന്ന ജനവിഭാഗങ്ങൾക്ക് NGOകൾ ചെയ്യുന്ന സേവനങ്ങൾ നിസ്സാരമല്ല. മഹാപ്രളയകാലത്തും കോവിഡ് മഹാമാരിയിൽ രാജ്യം വിറങ്ങലിച്ചപ്പോഴും സർക്കാർ സംവിധാനങ്ങളോടൊപ്പം ചേർന്ന് NGOകൾ നടത്തിയ സേവന പ്രവർത്തനം അവിസ്മരണീയമായിരുന്നു. വിദേശ സംഭാവനകൾ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നത് തടയുകയാണ് ബില്ലിന്റെ ലക്ഷ്യമെന്നാണ് സർക്കാർ ഭാഷ്യം. ദേശീയ സുരക്ഷയും സാമ്പത്തിക സുതാര്യതയും ഉറപ്പാക്കേണ്ടത് അനിവാര്യം തന്നെ. ഇതുപക്ഷേ നല്ല നിലയിൽ ജനോപകാര പ്രവർത്തനം നടത്തുന്ന സിവിൽ സംഘടനകളുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് കത്തിവെക്കുന്ന തരത്തിലാകരുത്. ഏത് കുറ്റത്തിനും നൽകുന്ന ശിക്ഷ ആനുപാതികമായിരിക്കണം. ലൈസൻസ് പുതുക്കുന്നതിലെ കാലതാമസം, രേഖകളിലെ പിഴവുകൾ തുടങ്ങിയ നിസ്സാര കുറ്റങ്ങൾക്ക് വർഷങ്ങളായി അധ്വാനിച്ചുണ്ടാക്കിയ കെട്ടിടങ്ങളും ആസ്തികളും കണ്ടുകെട്ടി അത് വിറ്റുകിട്ടുന്ന പണം സർക്കാരിൻ്റെ സഞ്ചിത നിധിയിലേക്ക് മാറ്റുന്നത് ആനുപാതിക ശിക്ഷയാണോ? അതിരുകടന്നതായി പോയി ഈ വ്യവസ്ഥ. ഭരണഘടനാ താൽപര്യവുമായി ഇത് പൊരുത്തപ്പെടുമോ? ഭരണപരിഷ്കാരമല്ല, ഭരണകൂട ഭീകരതയായി വേണം ഇതിനെ വിലയിരുത്താൻ. സ്വത്തവകാശം സംബന്ധിച്ച ആർട്ടിക്കിൾ 300A വിരുദ്ധവുമാണിത്. ആർട്ടിക്കിൾ 300A പ്രകാരം മതിയായ നഷ്ടപരിഹാരമോ നിയമപരമായ നടപടികളോ സ്വീകരിക്കാതെ ഒരാളുടെയോ സംഘടനയുടെയോ സ്വത്ത് പിടിച്ചെടുക്കാൻ സർക്കാരിന് അവകാശമില്ല. ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സർക്കാരിന് ഈ കടമ്പ കടക്കാനാകുകയുള്ളൂ. ആശുപത്രികൾ, ഡയാലിസിസ് സെന്ററുകൾ, സ്കൂളുകൾ തുടങ്ങി നിർധന വിഭാഗങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ലക്ഷ്യമാക്കി NGOകൾ പടുത്തുയർത്തിയ നിരവധി സ്ഥാപനങ്ങളുണ്ട് രാജ്യത്ത്. ലൈസൻസ് പുതുക്കാൻ അല്പമൊന്ന് വൈകിയതിന് സർക്കാർ ഏറ്റെടുക്കുന്ന സാഹചര്യം വന്നാൽ ഇത്തരം സ്ഥാപനങ്ങളെ ആശ്രയിച്ചിരുന്ന പാവപ്പെട്ടവരുടെ ഗതി കഷ്ടത്തിലാകും. സർക്കാർ സംവിധാനങ്ങൾക്ക് ഇവ കാര്യക്ഷമതയോടെ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുമോ? കൃത്യമായ അന്വേഷണമോ സംഘടനാ ഭാരവാഹികൾക്ക് തങ്ങളുടെ ഭാഗം വിശദമാക്കാനുള്ള അവസരമോ നൽകി മാത്രമേ ഇത്തരം നടപടികൾ സ്വീകരിക്കാവൂ. നിയമ ഭേദഗതിയിൽ സ്വത്ത് കണ്ടുകെട്ടുന്നതിന് അതോറിറ്റിക്ക് നൽകിയ വിപുലമായ അധികാരം സ്വാഭാവിക നീതിയുടെ ലംഘനമാണ്. വിദേശ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നവരുണ്ടാകാം. അത്തരക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നതിൽ സംശയമില്ല. ഇപ്പേരിൽ വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന എല്ലാ സംഘടനകളെയും സംശയത്തിന്റെ മുനയിൽ നിർത്തരുത്. രാജ്യത്തിന്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ് ഇത്തരം സംഘടനകളിൽ നല്ലൊരു വിഭാഗവും. അവരെ ഒന്നടങ്കം നിയമത്തിന്റെ കഠിനവും ദുഷ്കരവുമായ ചട്ടക്കൂട്ടിലേക്ക് തള്ളിയിടുന്നത് അവരുടെ ആത്മാഭിമാനത്തിന് നേരെയുള്ള കയ്യേറ്റം മാത്രമല്ല, രാജ്യത്തിന്റെ താൽപര്യത്തിനു തന്നെ വിരുദ്ധവുമാണ്.
ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാരിനോടൊപ്പം തുല്യ പങ്കാളികളാണ് സിവിൽ സമൂഹവുമെന്ന കാര്യം വിസ്മരിക്കരുത്. നിയമത്തിന്റെ രാഷ്ട്രീയ ദുരുപയോഗമാണ് ഭേദഗതി നിയമത്തിന്റെ ഏറ്റവും അപകടകരമായ വശം. ഭരണകൂടത്തിന്റെ നയങ്ങളോടും നിലപാടുകളോടും വിയോജിപ്പുള്ള സാമൂഹിക സാംസ്കാരിക സംഘടനകളെ നിശബ്ദമാക്കുന്നതിന് നിയമത്തിലെ വ്യവസ്ഥകൾ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയതാണ്. പരിസ്ഥിതി സംരക്ഷണം, മനുഷ്യാവകാശം, ഭരണഘടനാ മൂല്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ശബ്ദമുയർത്തുന്ന സംഘടനകൾ സർക്കാരിന് തലവേദനയാകാറുണ്ട്. നിർദ്ദിഷ്ട നിയമം വഴി അത്തരം സംഘടനകളുടെ സാമ്പത്തിക സ്രോതസ്സ് അടയ്ക്കാനും നിലനിൽപ്പ് അപകടത്തിലാക്കാനും സർക്കാരിന് സാധിക്കും. നിയമം സുതാര്യതയ്ക്കു വേണ്ടിയാകണം, എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്താനുള്ള ആയുധങ്ങളാകരുത്. ജനാധിപത്യത്തിൽ സർക്കാർ നയങ്ങളോട് വിയോജിപ്പ് രാജ്യദ്രോഹമല്ല. വിയോജിപ്പുള്ളവരെ സാമ്പത്തികമായി തളർത്തുന്ന വിധം നിയമത്തെ മാറ്റുന്നതാണ് ദേശവിരുദ്ധം.